പ്രസവവുമായി ബന്ധപ്പെട്ട വിചിത്ര പരാമർശവുമായി SYS ജനറൽ സെക്രട്ടറി AP അബ്ദുൽ ഹക്കീം അസ്ഹാരി. സിസേറിയൻ ഡോക്ടർമാരുടെ തട്ടിപ്പാണ്. ഒരു കുട്ടി 4 വർഷം വരെ അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുമെന്നും അബ്ദുൽ ഹക്കീം അസ്ഹരി പറഞ്ഞു. സിസേറിയൻ ഇല്ലേ, ഈ നാട്ടിലുണ്ടോ? അത് പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യാം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് പറയും ഏപ്രിൽ 13-നാണ് ഡേറ്റ്. അപ്പൊ 10 തന്നെ അഡ്മിറ്റ് ചെയ്തോളെ. അപ്പൊ 3 ദിവസത്തെ പൈസ ആശുപത്രിക്ക് കിട്ടും. 13-നൊന്നും പ്രസവിക്കൂല. അപ്പൊ ഡോക്ടർ പറയാ സാരമില്ല, നമുക്കൊന്ന് ഒരു ദിവസം കൂടെ നോക്കാം. 14. പിന്നെ ഡോക്ടർ പറയും ഒരു ദിവസം കഴിഞ്ഞു, എന്താ ചെയ്യാന്ന് അറിയില്ല, എന്തായാലും ഒന്നുകൂടെ കാത്തു നോക്കാം. 15. ഇനി ഒന്നും ചെയ്യാൻ നിർവാഹമില്ല, ഇന്ന് തന്നെ മുറിക്കണം. യഥാർത്ഥത്തിൽ 20-നാ ഡേറ്റ്. പക്ഷെ ഡോക്ടർ ഒരാഴ്ച നേരത്തെ പറയും, അത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയാ. അപ്പൊ നമ്മൾ വിചാരിക്കും നല്ല ഡോക്ടർ ഡേറ്റ് ആയിട്ട് പിന്നെ 2 ദിവസം കാത്തു നിന്നു എന്ന്. ഇത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഏർപ്പാടാണ്. വയറ്റിലൊരു കുട്ടി 4 വർഷം വരെ കിടക്കാം, അല്ലെ? 4 വർഷം വരെ കിടന്നൂടെ? 4 വർഷം വരെ ഒരു കുട്ടി വയറ്റിൽ കിടക്കാം. അതുകൊണ്ട് 10 മാസമായി പോയി, ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് ബേജാറാണ്ട് കാര്യമൊന്നുമില്ല, ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ മതി. സമയമാകുമ്പോൾ പ്രസവിക്കും. അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അല്ലാഹു തആല വയറ്റിൽ ഒരു സാധനം പഠിച്ചിട്ടുണ്ടോ, അല്ലാഹു തആല ഇത് പുറത്തേക്ക് കൊണ്ടുവരും. അതിന് സീസറിന്റെ ആവശ്യമില്ല. ശ്രീകുമാരനാണ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചെയ്യുന്നത്. ഈ കാലത്തും ഇങ്ങനെയൊക്കെ ഒരു പൊതുവേദിയാണെന്ന് തോന്നുന്നു, പൊതുവേദിയിൽ പറയുന്നവരുണ്ടല്ലോ. ഇത് എവിടെ വെച്ചായിരുന്നു ഈ സംഭവം? ആരെങ്കിലും അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറായിട്ടുണ്ടോ? അദ്ദേഹം പറയുന്നത്, AP അബ്ദുൽ ഹക്കീം അസ്ഹാരി പറയുന്നത് 4 വർഷം വരെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുമെന്നാണ്. ഇത് കൂടാതെ അദ്ദേഹം പറയുന്നത് സിസേറിയൻ എന്നത് തട്ടിപ്പ് ഏർപ്പാടാണ്. ഡോക്ടർമാർ അവരുടെ കച്ചവട താല്പര്യത്തിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സിസേറിയൻ നടത്തുന്നത് എന്നാണ്. ഒരു ദിവസം 20-ന് പ്രസവിക്കേണ്ടതാണെങ്കിൽ 14-ന് തന്നെ അഡ്മിറ്റ് ആക്കും, 15-ന് സിസേറിയൻ നടത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ വിവാദ പരാമർശം ഉണ്ടായത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വിചിത്രമായ ഭാഗം 4 വർഷം വരെ ഒരു കുട്ടി അമ്മയുടെ വയറ്റിൽ കിടക്കുമെന്ന ഒരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ആരും ഇതുവരെ അദ്ദേഹത്തെ തിരുത്താൻ തയ്യാറായിട്ടില്ല. എന്തായാലും വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് മരണവുമായി ബന്ധപ്പെട്ടൊക്കെ വിവാദങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഇത്തരമൊരു വിചിത്രമായ പരാമർശം വന്നിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ ഉണ്ടാകുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കീർത്തനം.